ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് നമ്മുടെ ഡേവിഡ് ഇസബെക്ക് ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ ഡൗട്ട് വരാനുള്ള മെയിൻ കാരണം നമ്മുടെ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മുടെ ഡോറിയും റോഗിയും ഡോമി റിവേഴ്സി ആയതിനു ശേഷം റിക്കവർ ആകുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും തല ചോപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ റോക്സും ജീവനോടെ ഉണ്ടോ എന്ന് പലർക്കും ഡൗട്ട് വരാനുള്ള മെയിൻ റീസൺ. പക്ഷേങ്കിൽ ഇവിടെ രണ്ട് വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ റോക്സിന് കിട്ടിയിച്ചില്ല ഡോമി റിവേഴ്സിയും, അതുപോലെ തന്നെ നമ്മുടെ ഡോറിക്കും റോഗിക്കും കിട്ടിയിച്ചില്ല ഡോമി റിവേഴ്സിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. റോക്സിന് ഡോമി റിവേഴ്സി ആയ സമയത്ത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു റീജനറേഷൻ എബിലിറ്റി ഇല്ല എന്ന്. എന്നാൽ നമ്മുടെ ഡോറിക്കും റോഗിക്കും ആയിക്കോട്ടെ റീജനറേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മുടെ ഡോറിയും റോഗിയും സർവൈവ് ചെയ്തതും നമ്മുടെ റോക്സ് നമ്മുടെ ഗാർപ്പിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ റോജറിൻ്റെ കയ്യിൽ നിന്നും ഈ അറ്റാക്ക് കിട്ടിയതിന് ശേഷം ഡോമി റിവേഴ്സി ക്യാൻസൽ ആയതിനു ശേഷവും ഇഞ്ചേർഡായി തന്നെ അവിടെ കിടക്കാൻ കാരണം. അതിനുശേഷം അവിടെ നടന്നത് നമുക്കറിയാം. നമ്മുടെ ഫ്രോഡിലൻഡ് അവിടെ പോയി റോക്സിന് ഒരു ഫൈനൽ ബ്ലോ കൊടുത്തെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേങ്കിൽ റോക്സിൻ്റെ ഡെഡ് എവിടെയും കൺഫേം ചെയ്യുന്നില്ല. നമ്മൾ ഒരുപാട് തവണ വൺ പീസ് കണ്ടിട്ടുണ്ട് നമ്മൾ മരിച്ചെന്ന് തോന്നിയ ക്യാരക്ടേഴ്സ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നുണ്ട് നമ്മളെ റോക്സും തിരിച്ചു വരുമെന്ന്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാലഞ്ചിൻ്റെ 4th ഡേ ആണെന്ന്. നമ്മുടെ ചാലഞ്ച് തുടങ്ങുമ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കാരണമാണ് ഇത്രയും നമുക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റിയത്. അതുകൊണ്ട് തുടർന്ന് ഇതുപോലെ തന്നെയുള്ള സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എത്രയുള്ളൂ. മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.